മങ്കൂസ് മൗലിദിൽ എങ്ങനെയാ നമ്മൾ പാടിയത്? ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അസ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഇർതകബ്തു അലൽ ഖതാ, ഇതല്ലേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ മദ്ഹുകളൊക്കെ പറഞ്ഞതിന്റെ ശേഷം എല്ലാ മദ്ഹും പറഞ്ഞിട്ട് മഹാനവറുകൾ പറയാ, ഞങ്ങൾക്ക് നേർക്ക് നേരെയുള്ള സഹായം അതാ ഇർതകബ്തു അലൽ ഖതാ, വലിയ തെറ്റ് ഞാൻ ചെയ്തു പോയി, എനിക്ക് മാപ്പ് തരണേ. ലക അസ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ലക, അങ്ങയോട്, അസ്കൂ, ഞങ്ങള് അന്യായം ബോധിപ്പിക്കുന്നു, തെറ്റ് ചെയ്തു പോയി, അതിന് പരിഹാരം വേണം, അങ്ങയുടെ ശഫാഅത്ത് വേണം, അങ്ങ് ഇടപെടണം, നേർക്ക് നേരെ പറയാ. തവസ്സുലായ മതി, ബറക്കത്ത് കൊണ്ട് എന്നൊക്കെ പറഞ്ഞാ മതി. ലക അസ്കൂ, പിന്നെ പറഞ്ഞെന്താ? അശ്ശഫാഅത ഹബുലനാ ഫിൽ ഖിയാമത്തി മുസ്ഫിഖാ വഹ്ലനാ ഇൻദായാ സയ്യിദി ഖൈറൻ നബി. ഞങ്ങൾക്ക് അങ്ങയുടെ ശഫാഅത്ത് തരണം. നേർക്ക് നേരല്ലേ? മങ്കൂസ് മൗലിദിന്റെ അവസാനത്തിലേക്ക് അങ്ങോട്ട് എത്തിയാലോ പിന്നെ തേട്ടമാണ്. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. യാ സയ്യിദസ് സാദാതി ജിതുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി ഖദ് ഹല്ല ബീമാ ഖദ് അലിംത മിനൽ അദാ വൽളുൽമി വൽളുഅഫി ശദീദി ഫാസ്ഇദി. എനിക്ക് വന്ന ബുദ്ധിമുട്ടുകളൊക്കെയും അങ്ങേക്കറിയാലോ നബിയേ, അങ്ങന്റെ കാര്യത്തിൽ ഇടപെടണം. അങ്ങയെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ വരുന്നത്, അങ്ങയുടെ വിരുന്നുകാരനാണ് ഞാൻ. അങ്ങനിക്ക് അവിടുത്തെ ഔദാര്യം കൊണ്ട് അതിനൊക്കെ പരിഹാരം തരണേ എന്നല്ലേ മുത്ത് റസൂൽ. നേർക്ക് നേരെയുള്ള തേട്ടം അതൊഴിവാക്കണം എന്ന സംഭവം ഇവിടെ ഇല്ല.